ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പാർട്ട് 1 വീഡിയോ ആണ് ഇന്ന്. അതായത് നമ്മുടെ 2024 വർഷത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള സീരീസ് ആണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 3-4 പാർട്ടോടുകൂടി നമുക്ക് ആ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി 2024 അതേപോലെ നമുക്ക് പതുക്കെ ബാക്കോട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി 2019 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു 500ഓളം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു ക്വിക്ക് റിവിഷൻ പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് വേണ്ടത്? ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിയമലംഘന പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ശരിയാണ് അല്ലെ? നിയമലംഘനം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എല്ലാ നിയമങ്ങളും എന്താണ്? ലംഘിക്കുക എന്നുള്ളതായിരുന്നു അല്ലെ? നിസ്സഹകരണ പ്രസ്ഥാനം എന്തായിരുന്നു? ഒന്നിലും സഹകരിക്കാതിരിക്കുക. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ എന്താണ്? രണ്ട് പ്രസ്താവനകളും ഇവിടെ ശരിയായ പ്രസ്താവനകളാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നിയമലംഘന പ്രസ്ഥാനമെന്നും എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനമെന്നും. അതായത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ആദ്യ പ്രക്ഷോഭമാണ് ഏത്? നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. നിസ്സഹകരണം 1920 ഓഗസ്റ്റ് 1 എന്ത്? നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അപ്പൊ പറയുന്നുണ്ട് ഈ 1920 ഓഗസ്റ്റ് 1 അന്ന്, അതായത് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തുടങ്ങി അന്ന് രാവിലെ, തീരുമാനിച്ച ദിവസം രാവിലെ അന്തരിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ എന്ന വ്യക്തി. ഓക്കെ, അതേപോലെ തന്നെ ഈ നിയമലംഘന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണ്? രണ്ട് തരത്തിലായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. ഒന്ന് ബഹിഷ്കരണ പ്രവർത്തനങ്ങളും പിന്നെ എന്താണ്? ക്രിയാത്മക പ്രവർത്തനങ്ങളുമാണ്. ബഹിഷ്കരണ പ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക, നികുതി നിഷേധിക്കുക, പദവി ഉദ്യോഗങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുക, കോടതിയൊക്കെ ബഹിഷ്കരിക്കുക, ഇതൊക്കെയായിരുന്നു ബഹിഷ്കരണം ആയിട്ട് ചെയ്തിരുന്നത്. അതേസമയം സെയിം ടൈം തന്നെ അവർ ക്രിയാത്മകമായിട്ടും കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നു. അതെന്തൊക്കെയായിരുന്നു? ഹിന്ദു മുസ്ലിം ഐക്യം, അയിത്തോച്ചാടനം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചരണം, അതേപോലെ ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക, ഇതൊക്കെയായിരുന്നു അവർ ക്രിയാത്മകമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു ഫാക്റ്റാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച INC സമ്മേളനവും ഇത് അംഗീകരിച്ച INC സമ്മേളനവും ഉണ്ട്. രണ്ടും രണ്ടാണ്. പിന്തുണ പ്രഖ്യാപിച്ച INC സമ്മേളനം എന്ന് പറയുന്നത് INCയുടെ 1920 കൽക്കട്ട സമ്മേളനമാണ്. കൽക്കട്ട സ്പെഷ്യൽ സമ്മേളനമാണ്. പ്രത്യേക സമ്മേളനം നടത്തിയാണ് എന്താ ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യുന്നത്? അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായ് ആയിരുന്നു. ലാലാ ലജ്പത് റായ്. എങ്കിൽ ചോദിക്കാം, നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ INC സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അതും 1920 നമ്മുടെ നോർമൽ സമ്മേളനം. ഏതാണ്? നാഗ്പൂർ സമ്മേളനം. പിന്തുണ പ്രഖ്യാപിക്കുന്ന സ്പെഷ്യൽ സമ്മേളനത്തിലാണെങ്കിൽ അംഗീകാരം കൊടുക്കുന്നത് നാഗ്പൂർ സമ്മേളനത്തിലായിരുന്നു. ഓക്കെ, ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് വിജയരാഘവാചാര്യരായിരുന്നു അതിന്റെ അധ്യക്ഷനായി ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ്. അന്ന് 1920 ഓഗസ്റ്റ് 1 നടത്താൻ തീരുമാനിച്ച ദിവസം രാവിലെ അന്തരിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ. അതിന് രണ്ട് ടൈപ്പായിരുന്നു. ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു, ക്രിയാത്മക പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചത് 1920 കൽക്കട്ട സ്പെഷ്യൽ സമ്മേളനവും അതിന്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് റായ് ആയിരുന്നു. അംഗീകാരം നൽകിയത് 1920 നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ വിജയരാഘവാചാര്യരാണ്. ഇനി അപ്പൊ എന്താണ് നിയമലംഘന പ്രസ്ഥാനം നോക്കാം. നമുക്കറിയാം സിവിൽ നിയമലംഘന പ്രസ്ഥാനം, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞു. അത് ഏതാണ് വർഷം? 1930 സിവിൽ ഡിസൊബീഡിയൻസ്. ഇതുമായി ബന്ധപ്പെട്ട് 11 ആവശ്യങ്ങൾ ഗാന്ധിജി സമർപ്പിക്കുന്ന ആർക്കാണ്? അത് ഇർവിൻ പ്രഭുവാണ്. ഓക്കെ, അതിലാണ് അദ്ദേഹം പറയുന്നത്, ഞാനെന്തോ അപ്പം യാചിച്ചപ്പോൾ നിങ്ങൾ കല്ലാണ് എനിക്ക് തന്നതെന്നൊക്കെ പറയുന്നില്ല. ആ ഒരു കോട്ടിങ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇർവിൻ പ്രഭുവിനോട് പറയുന്നതാണ്. അതായത് അദ്ദേഹം ഗാന്ധിജി കുറെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ഇർവിൻ പ്രഭു അതിനെല്ലാത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്? തിരസ്കരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് 11 ആവശ്യങ്ങളും ആർക്കാണ് സമർപ്പിക്കുന്നത്? ഇർവിൻ പ്രഭുവിനാണ്. ഈ സിവിൽ ഒബീഡിയൻസ് എന്നൊരു ആശയം
ആ ഒരു ആശയം ഗാന്ധിജി കടം കൊണ്ടത് സിവിൽ ഒബീഡിയൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആരുടെ? ഹെൻറി ഡേവിഡ് തോറോ. ആരാണ്? ഹെൻറി ഡേവിഡ് തോറോ എന്ന വ്യക്തിയുടെ സിവിൽ ഒബീഡിയൻസ് എന്ന പുസ്തകം. അപ്പൊ ചോദിക്കാം, സിവിൽ ഒബീഡിയൻസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അത് ഹെൻറി ഡേവിഡ് തോറോയാണ്. ആ പുസ്തകത്തിൽ നിന്നാണ് നമ്മുടെ ഗാന്ധിജിക്ക് ഈ നിയമലംഘനം എന്നൊരു ആശയം, സിവിൽ ഒബീഡിയൻസ് എന്നൊരു ആശയം ഗാന്ധിജി കടം കൊണ്ടത് ഇദ്ദേഹത്തിന്റെ ബുക്കിൽ നിന്നാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇത് ആരംഭിക്കാൻ തീരുമാനിച്ചത് നമുക്കറിയാം 1929 ലാഹോർ സമ്മേളനം. ഇമ്പോർട്ടന്റ് ആണ് ലാഹോർ സമ്മേളനം. ഒത്തിരി ക്വസ്റ്റ്യൻ ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ 1929 ലാഹോർ സമ്മേളനത്തിലാണ് ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ത് ചെയ്യാനായിട്ട് ആരംഭിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഗാന്ധി നടത്തിയ ആദ്യ സമരമാണ് ഏത്? നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം. 1930 ഉപ്പ് സത്യാഗ്രഹം. അതിന്റെ യാത്ര ആരംഭിച്ചത് എന്നായിരുന്നു? 1930 മാർച്ച് 12 യാത്ര ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് നിയമലംഘന പ്രസ്ഥാനവും അതേപോലെ സിവിൽ ഒബീഡിയൻസുമായിട്ട് നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെയാണ് ആരംഭിച്ചത്? എവിടെയാണ് സ്ത്രീ സർവകലാശാല? അത് മഹാരാഷ്ട്രയാണ്. 1916 DK കാർവേ എന്ന വ്യക്തിയാണ് ആദ്യത്തെ സ്ത്രീ സർവകലാശാല ആരംഭിക്കുന്നത്. ഈ രണ്ട് പേരുകളും പഠിച്ചു വെക്കണം. 1916 DK കാർവേ ആണ്, മഹാരാഷ്ട്രയാണെന്നുള്ളത്. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ്? CR ദാസും അതേപോലെ തന്നെ ആരാണ്? മോത്തിലാൽ നെഹ്റുവും കൂടിയാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. നമുക്കറിയാം നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ആ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. അതായത് 1923 സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1923 ജനുവരി 1 സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. അതായത് ചൗരി ചൗറ സംഭവത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്നുണ്ട്. അതിൽ പ്രതിഷേധിച്ച് അതായത് 1922 കോൺഗ്രസിന്റെ ഗയാ സമ്മേളനം നടക്കുന്നുണ്ട്. ഗയാ സമ്മേളനം, അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് CR ദാസ് ആയിരുന്നു. ഈ സമ്മേളനത്തിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഇതിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുകയും ഇവരവിടെ നിന്ന് പോകുന്നു. അവർ എന്ത് ചെയ്യുന്നുണ്ട്? 1923 ജനുവരി 1 അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നു. അതാണ് CR ദാസും മോത്തിലാൽ നെഹ്റുവും. CR ദാസ് ആയിരുന്നു അതിന്റെ സ്വരാജ് പാർട്ടിയുടെ പ്രസിഡന്റ്. CR ദാസും സെക്രട്ടറി ആണ് ആര്? മോത്തിലാൽ നെഹ്റു. അതേപോലെ മറ്റു നേതാക്കളാണ് ആരൊക്കെ? CR ദാസ്, മോത്തിലാൽ നെഹ്റു, പിന്നെയുള്ളത് വിഠൽ ഭായ് പട്ടേൽ, പിന്നെയുള്ളത് ഹക്കീം അജ്മൽ ഖാൻ. ചിലപ്പോൾ ചോദിക്കാൻ താഴെ തന്നിരിക്കുന്നവയിൽ എന്താണ് സ്വരാജ് പാർട്ടിയുമായി ബന്ധപ്പെടാത്ത നേതാക്കൾ അല്ലെങ്കിൽ ബന്ധമുള്ള നേതാക്കൾ എന്നൊക്കെ. CR ദാസും മോത്തിലാൽ നെഹ്റു നമുക്ക് കോമൺലി അറിയുന്ന പേരായിരിക്കും. പിന്നെയുള്ളത് വിഠൽ ഭായ് പട്ടേൽ, ഹക്കീം അജ്മൽ ഖാൻ, പിന്നെയുള്ള വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ. ഈ സ്വരാജ് പാർട്ടിയുടെ ഈ നമ്മുടെ പ്രവിശ്യകളിലെ ദ്വിഭരണത്തെ പറ്റി പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, മുദ്ദിമാൻ കമ്മിറ്റിയൊക്കെ. അതൊക്കെ നമ്മുടെ ഈ സ്വരാജ് പാർട്ടിയുടെ പ്രവർത്തന ഫലമായിട്ട് രൂപീകരിച്ചതൊക്കെയായിരുന്നു മുദ്ദിമാൻ കമ്മിറ്റിയൊക്കെ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1857 വിപ്ലവം. നമ്മൾ നോർമലി കേട്ട് പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, ഝാൻസി അതേപോലെ ബീഹാർ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ആ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടോ, കോമൺലി ചോദിക്കാത്ത കുറച്ച് സ്ഥലങ്ങളായിരുന്നു. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാം പഠിച്ചു വെക്കണേ. ബറേലിയിൽ ആരായിരുന്നു? ഖാൻ ബഹദൂർ ഖാൻ ആയിരുന്നു. ബറേലി ഖാൻ ബഹദൂർ ഖാൻ. നോക്കിക്കേ, ഇതൊരെണ്ണം അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി എല്ലാം ക്യാൻസൽ ചെയ്ത് ആൻസർ ഓപ്ഷൻ ചെയ്യാണെന്നറിയാം. ബറൌട്ട് പർഗാനയിൽ ആരാണ്? ഷാമാലാണ് ബറൌട്ട് പർഗാന. ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദില്. ബീഹാറിൽ ആരാണ്? ബീഹാറിൽ കൺവർ സിംഗ് ആണ്. അതേപോലെ വ്യത്യാസമായുള്ള ഒന്നാണ് അസമിൽ ആരാണ്? മണിറാം, ദിവാൻ മണിറാം ആയിരുന്നു അസമിൽ. അതേപോലെ തന്നെ ലക്നൌവിലാണെങ്കിലോ ബീഗം ഹസ്രത്ത് മഹലാണ് എവിടെ? ലക്നൗ. ഓക്കെ, അപ്പൊ ബറേലി ഖാൻ ബഹദൂർ ഖാൻ, അതേപോലെ ബറൌട്ട് പർഗാന ഷാമാൽ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ബീഹാർ ആണെങ്കിൽ അത് കൺവർ സിംഗ് ആയിരുന്നു. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം, മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ചതാണ് ചോദിച്ചിരിക്കുന്നത്. അത് 1924 ബൽഗാം സമ്മേളനമാണ്. എങ്കിൽ ചോദിക്കാം, മഹാത്മാഗാന്ധി പങ്കെടുത്ത ആദ്യ INC സമ്മേളനം, ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് 1901 കൽക്കട്ട സമ്മേളനമാണ്. കൽക്കട്ട സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി ആദ്യമായിട്ട് പങ്കെടുത്തത്.
ഓക്കെ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ശരി അല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. ആദ്യ രക്തസാക്ഷി ഝാൻസി റാണിയായിരുന്നു. അത് വായിക്കുമ്പോഴേ നമുക്കറിയാം അല്ലെ തെറ്റാണെന്നുള്ളത്. കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പൊ ആരായിരുന്നു നമ്മുടെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത്? മംഗൾ പാണ്ഡെയാണ് അല്ലെ, നമുക്ക് അറിയാവുന്ന കാര്യമാണത്. മംഗൾ പാണ്ഡെയാണ് ഇന്ത്യ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ എന്താണ് ഇനി അടുത്ത് നോക്കാം. ഡൽഹിയിൽ കലാപം നയിച്ചത് ആരായിരുന്നു? ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി. അതും അവിടെ ശരിയായ പ്രസ്താവനയാണ്. നമുക്ക് വേണ്ടത് ശരി അല്ലാത്തതാണ്. അപ്പൊ എന്ത് ചെയ്യുക? നേരെ 2, 3 പോയി മാർക്ക് ചെയ്യരുത്. നമുക്ക് ശരി അല്ലാത്തതാണ് വേണ്ടത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. സാരേ ജഹാം സെ അച്ഛാ എന്ന ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ ആണ് സാരേ ജഹാം സെ അച്ഛാ എന്ന ദേശഭക്തി ഗാനം രചിച്ചത്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരി അല്ലാത്തത്. ഗാന്ധിജി 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നമുക്കറിയാം അല്ലെ, 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുക്കുന്നത്. 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധി എന്ന് വിളിച്ചത് ആരെയാണ്? ഗാന്ധിജി ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഓക്കെ, അപ്പൊ മഹാത്മാഗാന്ധിയാണ് എന്ത് ചെയ്യുന്നത്? മഹാത്മാ എന്ന് ഗാന്ധിജി ആദ്യമായി വിളിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. ആണോ? നമുക്കറിയാം കേരളത്തിൽ 5 തവണയാണ് ഗാന്ധിജി വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ തവണ എന്ന് പറയുന്നത് 1920 അതെന്തിനായിരുന്നു? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമായിരുന്നു ആദ്യം വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 20 കഴിഞ്ഞാൽ പിന്നെ 25 വരുന്നത്. 20, 25, 27, 34, 37 അങ്ങനെയാണ് ആ വർഷങ്ങൾ. 25 വരുന്നത് എന്താണ്? നമുക്കറിയാം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് 25 വരുന്നത്. പിന്നെയുള്ളത് 27 ആണ്. 20, 25, 27, പിന്നെ ഏതാണ്? 34, 37. 1934 ഉണ്ട്, പിന്നെയുള്ളത് 37 ഉണ്ട്. ഓക്കെ, 27 വന്ന എന്തിനായിരുന്നു? തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ്. തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് 27 വരുന്നത്. 34 വരുന്നത് ഹരിജൻ ഫണ്ട് ശേഖരണത്തിനാണ്. 34 വരുന്നത്. 37 വരുന്നത് എന്തിനായിരുന്നു? ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് അതിനായിരുന്നു 37 ഗാന്ധിജി എവിടെ എത്തുന്നത്? നമ്മുടെ കേരളത്തിൽ എത്തുന്നത്. അപ്പൊ എന്താണ്? പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടല്ല, ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി അവസാനം കേരളത്തിൽ വരുന്നത്. അപ്പൊ ഇവിടെ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ സി ഇത് മാത്രമാണ് ഇവിടെ ശരിയല്ലാത്തത്. ഓപ്ഷൻ സി 4 മാത്രമാണ് ശരി അല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത്? ബ്രഹ്മസമാജം ആരാണ്? രാജാറാം മോഹൻ റോയുടേതാണ് ബ്രഹ്മസമാജം. ഏത് വർഷം? 1828 ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റ് 10 ബ്രഹ്മസമാജം ആരംഭിക്കുന്നത്. ഈ ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു പത്രം ഉണ്ടായിരുന്നു. അതാണ് എന്ത്? സംവാദ് കൗമുദി. സംവാദ് കൗമുദി അപ്പൊ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ബ്രഹ്മസമാജത്തിന്റെ ബ്രഹ്മസഭ എന്നായിരുന്നു ആദ്യത്തെ പേര്. അത് 1930 ആയപ്പോഴാണ് എന്തായി മാറുന്നത്? ബ്രഹ്മസമാജം എന്ന പേരായിട്ട് മാറുന്നത്. ഈ ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് എന്ത്? ബ്രഹ്മധർമ്മ. ബ്രഹ്മധർമ്മ ആരുടേതാണ്? ദേവേന്ദ്രനാഥ ടാഗോർ ആണ് അത് എഴുതിയത്. ദേവേന്ദ്രനാഥ ടാഗോർ. ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ബ്രഹ്മധർമ്മ, അതായത് ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ എഴുതിയത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. ഇനി ഈ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതാരാണ്? അത് നമ്മുടെ അയ്യത്താൻ ഗോപാലനാണ്. അയ്യത്താൻ ഗോപാലൻ. ഓക്കെ, 1916 DK കാർവേ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമാണ് ഏത്? ആനന്ദമഠം. ആരുടേതാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. നമുക്കറിയാം വന്ദേമാതരം എടുത്തിരിക്കുന്നത് ആനന്ദമഠത്തിൽ നിന്നാണെന്നൊക്കെ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെ കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാണ്? നമ്മുടെ ഗാന്ധിജിയാണ്. ഗാന്ധിജിയാണ് ഇപ്രകാരം പ്രതികരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ദുരന്തം നടക്കുന്നത്. എന്തായിരുന്നു? 1919 റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വിചാരണ കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും തടങ്കലിൽ വെക്കാനൊക്കെയുള്ള അധികാരമായിരുന്നു റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. അതിനെതിരെ ആരൊക്കെയാണ്? നമ്മുടെ ഡോക്ടർ സത്യപാലും അതേപോലെ സെയ്ഫുദ്ദീൻ കിച്ചുലു എന്നീ രണ്ടുപേരെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു അറസ്റ്റിനെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് പഞ്ചാബിലെ അമൃത്സറില് എന്ത് ചെയ്യുന്നത്? ഒത്തുചേരുകയും അവിടെ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. അതിന് നേതൃത്വം നൽകിയ
ആരായിരുന്നു? മൈക്ലോ ഡയർ. ഓക്കെ, ഈ മൈക്ലോ ഡയറിനെയാണ് ഇത് 1840 സമയങ്ങളിൽ അവിടെ ചെന്നിട്ട്, അതായത് ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് നമ്മുടെ ഉദ്ധം സിംഗ് വെടിവെച്ച് കൊല്ലുന്നത്. ഓക്കെ, അപ്പൊ അത് ചോദിച്ചിട്ടുണ്ട്, ഈ ഉദ്ധം സിംഗിന്റെ പേരും എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം. പിന്നെ എന്തൊക്കെയാണ്? ഹണ്ടർ കമ്മീഷൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പറ്റി പഠിക്കാനായിട്ട് നിയോഗിച്ച കമ്മീഷൻ ഏതെന്ന് ചോദിക്കാറുണ്ട്. അത് ഹണ്ടർ കമ്മീഷൻ ആണ്. അതേപോലെ തന്നെ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് സർപ്പദവി, ഈ രവീന്ദ്രനാഥ ടാഗോറാണ് സർപ്പദവി ഉപേക്ഷിക്കുന്നത്. അതേപോലെ തന്നെ കൈസറെ ഹിന്ദ് ഗാന്ധിജിയും അതേപോലെ സരോജിനി നായിഡും കൈസറെ ഹിന്ദ് പദവി ഉപേക്ഷിക്കുന്നുണ്ട്. ഗാന്ധിജി, സരോജിനി നായിഡു എന്താണ്? കൈസറെ ഹിന്ദ് പദവി ഉപേക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രിട്ടീഷ് കൗൺസിൽ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചൊരു വ്യക്തിയുണ്ട്. അതാണ് നമ്മുടെ സി ശങ്കരൻ അഥവാ ചേറ്റൂർ ശങ്കരൻ എന്ന മലയാളി. ഓക്കെ, ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിക്കപ്പെടുന്നതാണ് ഏത്? നമ്മുടെ ബംഗാളാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത്. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആരാണ്? അൽ ഹിലാൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ പത്രമായിരുന്നു അൽ ഹിലാൽ. അൽ ഹിലാൽ എന്ന് പറയുന്ന ഉറുദു ആയിരുന്നു. അത് 1912 അതിനെ ബഹിഷ്കരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഇറക്കിയതാണ് എന്ത്? അൽ ബലാഗ് എന്നുള്ളത്. അൽ ബലാഗ് 1914 രണ്ടും ഉറുദു ആണ്. അതേപോലെ നമ്മുടെ IIT പേര് നൽകിയതൊക്കെ നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് നവംബർ 11. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയുടെ വാക്കുകളാണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്നുള്ളത്. ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ, ഇന്ത്യൻ അസോസിയേഷൻ ആരുടേതാണ്? സുരേന്ദ്രനാഥ ബാനർജിയും അതേപോലെ തന്നെ ആരാണ്? ആനന്ദ മോഹൻ ബോസ് എന്നീ രണ്ടുപേർ ചേർന്നിട്ട് ഏത് വർഷം? 1876 കൽക്കട്ടയിലാണ് എന്ത് തുടങ്ങുന്നത്? ഇന്ത്യൻ അസോസിയേഷൻ ആരംഭിക്കുന്നത്. താഴെ പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ്, പ്രാർത്ഥനാ സമാജം ആരാണ്? ആത്മറാം പാണ്ഡുരംഗാണ്. നാവിക കലാപം നടന്ന എവിടെയാണ്? നാവിക കലാപം 1946 നാവിക കലാപം ബോംബെയിലാണ് നാവിക കലാപം നടക്കുന്നത്. അതായത് ഇന്ത്യൻ സൈനികർക്ക് നേരിടേണ്ടി വന്ന എന്താണ്? വർണ്ണവിവേചനം, അതേപോലെ മോശം തൊഴിൽ സാഹചര്യം, മോശം ഭക്ഷണം, ഇതിനൊക്കെതിരെയാണ് എന്ത്? നാവിക കലാപം നടക്കുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തത്. ഗാന്ധിജി, മുഹമ്മദ് അലി ജിന്നയൊക്കെ എന്താണ് ഈ സമരം നിർത്തിവെക്കാനായിട്ട് അവരുടെ നേതാക്കളോടൊക്കെ ആവശ്യപ്പെടുകയൊക്കെ ഉണ്ടായിട്ട്. അപ്പൊ 1946 എന്ത് നടക്കുന്നത്? നാവിക കലാപം എവിടെയാണ്? ബോംബെയിലാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേര് താഴെ പറയുന്നു. അതിൽ കൂട്ടത്തിൽ ചേരാത്തതാണ്. അപ്പൊ നമുക്കറിയാം കാശ്മീർ, ഹൈദരാബാദ്, ജുനഗഡ്. നമ്മളതിങ്ങനെ ഒരു പേര് ഓർഡർ ആയിട്ട് തന്നെ പഠിക്കുന്നതാണ് അല്ലെ. കാശ്മീർ, ഹൈദരാബാദ്, ജുനഗഡ് എന്നീ 3 രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും എന്ത് നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാനായിട്ട് വിസമ്മതം കാണിച്ചത്. അപ്പൊ പഞ്ചാബാണ് അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. കാശ്മീരിനെ എങ്ങനെയാണ്? ലയനക്കരാർ വഴിയാണ് കാശ്മീരിനെ ഇന്ത്യയോട് ചേർത്തത്. ഹൈദരാബാദിനെ ഇന്ത്യയോട് ചേർത്ത ഓപ്പറേഷൻ ആണ് എന്ത്? ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്നത് ഹൈദരാബാദിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനാണ്. ജുനഗഡിനെ ചേർത്ത് എങ്ങനെയാണ്? റഫറൻഡം, ജനഹിത പരിശോധന വഴിയാണ് എന്ത്? അത് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ യൂണിയനിൽ ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് ഏത്? ജുനഗഡ്. ലയനക്കരാർ വഴി കാശ്മീറും ഓപ്പറേഷൻ പോളോ എന്താണ്? ഹൈദരാബാദിനെ കൂട്ടിച്ചേർത്തതാണ്. ആരായിരുന്നു പോറ്റി ശ്രീരാമലു? ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായി നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തിയാണ് ആര്? പോറ്റി ശ്രീരാമലു. അപ്പൊ നമുക്കറിയാം 58 ദിവസത്തോളം നിരാഹാരം കിടന്നാണ് അദ്ദേഹം മരിക്കുന്നത്. 1953 ഒക്ടോബർ 1 എന്ത് അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി എന്ത് വരുന്നത്? ആന്ധ്ര എന്ന സംസ്ഥാനം വരുന്നത്. അപ്പൊ എന്താണ്? ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് വന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രയാണ്. 1953 ഒക്ടോബർ 1 പിന്നീടാണ് നമ്മുടെ 56 വരുമ്പോഴാണ് നമ്മുടെ ബാക്കി സംസ്ഥാനങ്ങളൊക്കെ നിലവിൽ വരുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഒന്ന് മാത്രം യോജിക്കാത്തതാണ്. അത് ഏതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ബിലായ് USA, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. ഇവിടെ ഏതാണ്? ബിലായി ആണ് കൂടിച്ചേരാത്തത്. ബിലായി ആരുടേതാണ്? USA അല്ല. ബിലായ് റഷ്യ, സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടി ആരംഭിച്ചതാണ് ബിലായ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് റോക്കറ്റ് മാൻ ആരാണ്? K. ശിവനാണ്.
സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കന്റ് കരാർ? 1965 പാകിസ്ഥാനുമായുള്ള യുദ്ധം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? 1966 താഷ്കന്റ് കരാർ. ജനുവരി 10 താഷ്കന്റ് കരാർ. ഡേറ്റും പഠിക്കണേ. 1966 ജനുവരി 10 താഷ്കന്റ് കരാർ. ആരൊക്കെ തമ്മിലായിരുന്നു? പാകിസ്ഥാന്റെ പ്രസിഡന്റായ അയൂബ് ഖാനും നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായ ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. ഇവർ അയൂബ് ഖാനും ലാൽ ബഹദൂർ ശാസ്ത്രിയും കൂടി ചേർന്നാണ് താഷ്കന്റ് കരാർ ഒപ്പിടുന്നത്. 1965 പാകിസ്ഥാനുമായുള്ള യുദ്ധത്തെ പരിണിത ഫലമായിരുന്നു താഷ്കന്റ് കരാർ. 1966 ജനുവരി 10 താഷ്കന്റ് കരാർ ഒപ്പിടുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ. ഏതാണ്? അധസ്ഥിത വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തത്. 30, 31, 32. ഇത് 3 വർഷമാണ് എന്ത് നമ്മുടെ വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. നീലദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവ്? നീലദർപ്പൺ ആരാണ്? നീലദർപ്പൺ അത് ദീനബന്ധു മിത്രയുടേതാണ് നീലദർപ്പൺ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 അല്ലെ? ബീഹാറിലെ കർഷകർക്ക് വേണ്ടിയിട്ടാണ്. നീലം അല്ലെ? എന്തായിരുന്നു? ഏത് കൃഷിയാണോ ചെയ്യുന്നത് അതിന്റെ എന്താണ് 20-3 ഭാഗവും നീലം കൃഷി ചെയ്യണം. ആ ഒരു സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് തിങ്കാതീയ സമ്പ്രദായം. ചോദിക്കാറുണ്ട്. തിങ്കാതീയ സമ്പ്രദായം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ചമ്പാരൻ സത്യാഗ്രഹവുമായാണ്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ നേതാവ്? വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ ആരാണ്? അത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ അതുകൊണ്ടാണ് അദ്ദേഹം അതിർത്തി ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് WC ബാനർജി ആണ്. നമുക്കറിയാം 1885 ഡിസംബർ 28 എന്ത് രൂപീകരിക്കുന്നത്? INC രൂപീകരിക്കുന്നത്. ആദ്യ സെക്രട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ അത് AO ഹ്യൂം ആണ്. അലൻ ഒക്ടേവിയൻ ഹ്യൂം. 72 പേരാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലമാണ് ധാക്ക. ധാക്കയിലാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. 1905 ബംഗാളിനെ 2ആയി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? 1905 ബംഗാൾ വിഭജനം ആരാണ്? കഴ്സൺ പ്രഭുവാണ്. നമുക്ക് അതേപോലെ ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ആരാണ്? റദ്ദാക്കിയത് അത് ഹർഡിഞ്ച് ആണ്. ഹർഡിഞ്ച് സെക്കൻഡ് ആണ്. അതേപോലെ INCയുടെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നതെന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? കഴ്സൺ പ്രഭു. അത് ചോദിച്ചിട്ടുള്ളതാണ്. INCയുടെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നത് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? കഴ്സൺ പ്രഭു. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീവ്ര ദേശീയവാദികളും മിതവാദികളും നമ്മൾ പഠിക്കുന്നതാണ്. ആരൊക്കെയാണ് ഇവിടെ? നമുക്കറിയാം അല്ലെ? ലാൽ പാൽ ബാൽ കൂട്ടുകെട്ടാണ് നമ്മൾ തീവ്രവാദികൾ എന്ന് പറയുന്നത്. ലാൽ പാൽ ബാൽ. അപ്പൊ ഇവിടെ ആരൊക്കെ വരും? നമുക്കറിയാം ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാല്, ലാലാ ലജ്പത് റായ്. അപ്പൊ അവിടെ വരുന്നത് ബാലഗംഗാധര തിലകനും ലാലാ ലജ്പത് റായുമാണ്. അതാണ് ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് തീവ്രവാദികൾ എന്ന് പറയുന്നത്. തീവ്രവാദികളല്ല, മിതവാദികളും തീവ്ര ദേശീയവാദികളും. ഓക്കെ, അപ്പൊ ഏതാണ്? ഓപ്ഷൻ C ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. 1ഉം 3ഉമാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരാണത്? നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം? ബംഗാളി ഭാഷയിൽ ഇതിൽ നമുക്കറിയാം ഓരോ പത്രവും. കേസരി മറാത്ത ആരുടേതാണ്? കേസരി മറാത്ത നമ്മൾ പഠിക്കുന്നതാണ്. ആരാണ്? ബാലഗംഗാധര തിലകന്റെയാണ്. അതേപോലെ ന്യൂ ഇന്ത്യ, പിന്നെ ഏതാണ്? കോമൺവീൽ. ഇതൊക്കെ നമ്മൾ കോമൺലി പഠിക്കുന്നതാണ്. കോമൺവീൽ ആരുടേതാണ്? നമ്മുടെ ആനി ബസന്റിൻ്റെതാണ്. ഓക്കെ, അതേപോലെ തന്നെ സമ്പാദ് കൗമുദി നമ്മൾ പറഞ്ഞതാണ്. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് 1828 ബ്രഹ്മസമാജം സ്ഥാപിക്കുമ്പോൾ അതിന്റെ ഒരു പ്രചരണാർത്ഥം തുടങ്ങിയ പത്രമാണ് എന്ത്? സമ്പാദ് കൗമുദി എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ C സമ്പാദ് കൗമുദി. ഇനി സ്വദേശി മിത്രവും അതേപോലെ ഹിന്ദു അതൊക്കെ ആരുടേതാണ്? അത് G സുബ്രഹ്മണ്യ അയ്യരുടേതാണ്. G സുബ്രഹ്മണ്യ അയ്യർ. അതേപോലെ രാജാറാം മോഹൻ റോയുടെ നമുക്ക് കുറച്ച് പഠിക്കാനുള്ളത്. ഒന്ന് മിറാത്തുൽ അക്ബർ എന്നുള്ള ഇതാണ്. പേർഷ്യൻ ഭാഷയിലാണ്. പേർഷ്യൻ ഭാഷയിലെ മിറാത്തുൽ അക്ബർ.
അപ്പൊ ചോദിക്കാം, മിറാത്ത് ഉൾ അക്ബർ ആരുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ മിറാത്ത് ഉൾ അക്ബർ, അത് പേർഷ്യൻ ഭാഷയാണ്, രാജാറാം മോഹൻ റോയ് ആണ്. അതേപോലെ അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ചൊരു മാസികയുണ്ട്, അതിന്റെ പേരെന്താണ്? അതാണ് ബംഗദൂത്. ബംഗദൂത് എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച മാസികയുടെ പേരാണ് ബംഗദൂത്. അതേപോലെ അദ്ദേഹം ഇംഗ്ലീഷിൽ ആരംഭിച്ചൊരു മാസികയുണ്ട്, ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച മാസികയാണ് എന്ത്? ബ്രാഹ്മണിക്കൽ മാഗസിൻ എന്ന് പറയുന്നത്. ബ്രാഹ്മണിക്കൽ മാഗസിൻ അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ചതാണ്. ഓക്കെ, അപ്പൊ സ്വദേശി മിത്രോ ഹിന്ദു ജി സുബ്രഹ്മണ്യ അയ്യരുടേതാണ്. കേസരി മറാത്ത ബാലഗംഗാധര തിലകൻ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബസന്റ്. യങ് ഇന്ത്യ ഹരിജനയ്ക്ക് ആരുടേതാണ്? നമ്മുടെ മഹാത്മാഗാന്ധിയുടേതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല DK കാർവേ. ഉണ്ടോ, നമ്മളിത് കുറേ തവണ കണ്ടു. 1916 മഹാരാഷ്ട്രയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല DK കാർവേ. ഈ ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? ഏത് ഭാഷയിലാണ്? അത് മറാത്തിയാണ്. നമ്മുടെ 10th ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ബോക്സ് ആണ് കേട്ടോ ഈ തന്നിരിക്കുന്നത്. അത് നമ്മൾ എപ്പോഴും ചോദിക്കുന്നതാണ്. ഗോര ഗീതാഞ്ജലി ആരുടേതാണ്? രവീന്ദ്രനാഥ് ടാഗോർ, ബംഗാളി ഭാഷ. അതേപോലെ രംഗഭൂമി, പ്രേമാശ്രമം, അതൊക്കെ പ്രേംചന്ദിന്റെ ഹിന്ദി ഭാഷയിലാണ്. കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ചത് ഈ പറയുന്ന രംഗഭൂമിയും തന്നു, പ്രേംചന്ദും തന്നു, പക്ഷെ ഭാഷ അവർ മാറ്റി തന്നു. അതിൽ തെറ്റായത് ഏതെന്നുള്ളതായിരുന്നു. അപ്പൊ നമ്മൾ ഭാഷയും കൂടി കൂട്ടി പഠിക്കണം. ആ ഒരു ബോക്സ് 10th ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകനാരാണ്? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് എന്ന് പറയുന്നത് അബനീന്ദ്രനാഥ് ടാഗോർ ആണ്. അദ്ദേഹം ഒരു ബംഗാളി ചിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കൃതിയുണ്ട്, എന്ത്? ഭാരതമാത. ഭാരതമാത എന്ന് പറയുന്നത് അബനീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു പ്രശസ്തമായ കൃതിയാണ്. ഗ്രാമീണ ചെണ്ടക്കാരനൊക്കെ ആരുടേതാണ്? അത് നന്ദലാൽ ബോസിൻ്റെതാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് ആക്ട്. 1919 റൗലറ്റ് നിയമം എന്താണ്? വിചാരണ കൂടാതെയും ആര് വേണമെങ്കിലും നമുക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമായിരുന്നു റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ അതായിരുന്നു ആ അറസ്റ്റിൽ, ആ റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ച് 2 പേർക്കെതിരെയാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രതിഷേധിച്ചാണ് ഇവരെന്ത് ചെയ്യുന്നത്? പഞ്ചാബിലെ അമൃത്സറിൽ ഒത്തുകൂടുകയും അവിടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്താണ് ഈ വെടിവെപ്പ് നടക്കുന്നത്. അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ചോദിച്ചാൽ അത് റൗലറ്റ് ആക്ട് ആണ്. നടന്നത് എവിടെയാണ്? നമ്മുടെ പഞ്ചാബിലെ അമൃത്സറിലാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? ആരുടേതാണ്? നമ്മുടെ മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ അത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജ്. പൂർണ്ണ സ്വരാജ് ഏതാണ്? ലാഹോർ സമ്മേളനം 1929 ലാഹോർ സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി തവണ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ലാഹോർ സമ്മേളനം 1929 എന്തായിരുന്നു? ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ആദ്യ സമ്മേളനമാണ്. അതേപോലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് അതിന് തുടക്കം കുറിക്കാനായിട്ട് തീരുമാനിച്ച സമ്മേളനമൊക്കെ ആയിരുന്നു അത്. അതേപോലെ നമ്മുടെ ഈ റൗലറ്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ റൗലറ്റ് ആക്ടില് അനുകൂലിച്ച് ഗാന്ധിജി എല്ലാവരും ഇതിനെ എന്തായിരുന്നു? പ്രതികൂലിച്ച ആൾക്കാരാണ്. പക്ഷെ ഇതിനെ അനുകൂലിച്ചൊരു നേതാവ് ഉണ്ടായിരുന്നു. അനുകൂലിച്ചതാണ് നമ്മുടെ C ശങ്കരൻ അഥവാ ചേറ്റു ശങ്കരൻ നായർ എന്ന് പറയുന്ന ആ മലയാളിയാണ് ഈ റൗലറ്റ് ആക്ടിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ഒരേ ഒരു ഇന്ത്യക്കാരനായിരുന്നു ആര്? C ശങ്കരൻ. ഇനി ഈ റൗലറ്റ് ആക്ട് നിയമം നടപ്പിലാക്കിയത് ആരാണ്? നടപ്പിലാക്കിയത് ചെംസ്ഫോർഡ് ആയിരുന്നു, ചെംസ്ഫോർഡ് പ്രഭു. ഇനി അത് പിൻവലിച്ചത് ആരായിരുന്നു? പിൻവലിച്ചത് റീഡിംഗ് പ്രഭു ആയിരുന്നേ. റീഡിംഗ് പ്രഭുവാണ് പിൻവലിച്ചത്. നടപ്പിലാക്കിയത് ചെംസ്ഫോർഡ് പ്രഭുവാണ്. ഇനി എന്താണ് നെക്സ്റ്റ് നോക്കാം. ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്? ബംഗാൾ വിഭജനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, കഴ്സൺ പ്രഭുവാണ്. അത് റദ്ദാക്കിയത് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? റദ്ദാക്കിയത് ഹർഡിഞ്ച് സെക്കൻഡ് ആണ്. ഹർഡിഞ്ച് സെക്കൻഡ് റദ്ദാക്കിയത്. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത്? അത് സരോജിനി നായിഡു ആണ്. 1925 സരോജിനി നായിഡു എന്തായിട്ട് വരുന്നത്? ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി വരുന്നത്. എങ്കിൽ ചോദിക്കാം, INCയുടെ പ്രസിഡന്റായ ആദ്യ വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. ഏത് വർഷം? 1917.
ആനി ബസന്റ് എന്ന് പറയുന്ന ഒരു വിദേശ വനിതയാണ്, വിദേശ വനിത. അപ്പൊ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരിക്കാം. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വിദേശ വനിത ആനി ബസന്റ്. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വനിത ആനി ബസന്റ്. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. ഇനി എന്താണ്? ഇനി രണ്ടാമത്തെ വിദേശ വനിത, അതായത് മൂന്നാമത്തെ വ്യക്തി. ഇത് നമ്മളിപ്പോ പറഞ്ഞു. ഒന്നാമത്തേത് ഇവിടെ എന്താണ്? ഇത് രണ്ടാമത്തെ വ്യക്തി. ഇത് മൂന്നാമത്തെ വ്യക്തി ആരാണ്? നെല്ലിസൺ ഗുപ്ത. നെല്ലിസൺ ഗുപ്ത എന്ന പേര് കേൾക്കുമ്പോൾ അത് എന്താണ്? നമ്മുടെ ഇന്ത്യക്കാരിയാണെന്ന് വിചാരിക്കരുത്. ശരിക്കുള്ള പേര് എഡിത്ത് എല്ലഗ്രെ എന്നാണ്. എഡിത്ത് എല്ലഗ്ര. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്വസ്റ്റ്യൻ പോളിൽ ഇട്ടപ്പോഴേക്കും എന്നോട് ചോദിച്ചിരുന്നു നെല്ലിസൺ ഗുപ്ത എന്താണ് ഇന്ത്യക്കാരി അല്ലേ എന്നുള്ളത്. അതായത് നെല്ലിസൺ ഗുപ്ത വിദേശ വനിതയാണ്. അതിന്റെ പിന്നീട് പേര് സ്വീകരിക്കുന്നതാണ് നെല്ലിസൺ ഗുപ്ത. ശരിക്കുള്ള പേര് എഡിത്ത് എല്ലഗ്രെ എന്നാണ്. അതായത് അപ്പൊ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിതയാണ് നെല്ലിസൺ ഗുപ്ത. 1933 ഇനി നാലാമത്തെ വ്യക്തി ആരാണ്? അത് നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ് നാലാമത്തെ വ്യക്തി. ഏത് വർഷം? 1959. അപ്പൊ എന്തായിരിക്കും പ്രത്യേകത? ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കാം? സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിതയാണ് ആര്? ഇന്ദിരാഗാന്ധി. സ്വാതന്ത്ര്യത്തിന് ശേഷം 47 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അതിനുശേഷം INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി. ഇനി INCയുടെ പ്രസിഡന്റായ ആദ്യ വനിത ആനി ബസന്റ്, ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു, രണ്ടാമത്തെ വിദേശ വനിത നെല്ലിസൺ ഗുപ്ത, മൂന്നാമത്തെ വനിതയും നെല്ലിസൺ ഗുപ്തയാണ്, നാലാമത്തെ വനിത ഇന്ദിരാഗാന്ധി. സ്വാതന്ത്ര്യത്തിന് ശേഷം എന്താണ്? INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി. അഞ്ചാമത്തെ വനിതയാണ് ആര്? സോണിയാഗാന്ധി. സോണിയാഗാന്ധി. ഏത് വർഷമായിരുന്നു സോണിയാഗാന്ധി വരുന്നത്? 1998 സോണിയാഗാന്ധി INCയുടെ പ്രസിഡന്റായിട്ട് വരുന്നത്. 1857 കലാപത്തെ കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് കണ്ടെത്താൻ എന്താണ് പറയുന്നത്? 1857 കലാപം ആരംഭിച്ചത് ആവതിലാണ്. ആണോ? അല്ല. കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയായിരുന്നു? ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. ഒന്ന് തെറ്റാണ്. നമുക്ക് വേണ്ടത് ശരിയാണ്. സോ ഒന്നുള്ളതൊക്കെ അങ്ങ് കട്ട് ചെയ്തോ. ആൻസർ ഏതാണ്? 2ഉം 4ഉമാണ്. ബാക്കി ഒന്നും വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല. കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. ശരിയാണ്. ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ. കാര്യം ഇവിടെ 2ഉം 4ഉം മാത്രമാണ് ശരിയല്ലേ? അപ്പൊ എന്താണ്? ഫൈസാബാദിൽ ആരായിരുന്നു? മൗലവി അഹമ്മദുള്ളയായിരുന്നു ഫൈസാബാദിൽ കലാപത്തിന് തുടക്കം കുറിച്ചത് അല്ലെ? മൗലവി അഹമ്മദുള്ള. അപ്പൊ ചോദിക്കട്ടെ, ബീഗം ഹസ്രത്ത് മഹൽ എവിടെയായിരുന്നു? ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌലായിരുന്നു. നമ്മൾ പഠിക്കുന്നതാണ്. ലക്നൌല് കലാപത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. ഫൈസാബാദിൽ ആരായിരുന്നു? മൗലവി അഹമ്മദുള്ളയാണ്. 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു അല്ലെ? ബ്രിട്ടീഷ് ആക്ട് 58 ഡയറക്റ്റ് ഭരണം ഏറ്റെടുക്കുന്നതൊക്കെ ഉണ്ടായി. നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 2ഉം 4ഉമാണ് ശരിയായിട്ട് വരുന്ന പ്രസ്താവനകൾ. താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ശ്രദ്ധിക്കണം. ബന്ധമില്ലാത്തതാണ് നമുക്ക് വേണ്ടത്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആണോ? അല്ല. അപ്പൊ എന്താണ്? 3ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടു. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി 3ആണ്, ബന്ധമില്ലാത്ത പ്രസ്താവന. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ആരുടേതാണ്? ബാലഗംഗാധര തിലകൻ. നമ്മൾ PSC പഠിക്കുന്ന എല്ലാവരും ബേസിക് ആയിട്ട് പഠിക്കുന്ന കുറച്ച് കോഡ്സ് ഒക്കെയാണ് അല്ലേ അത്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണേ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ടൊക്കെ കയറി ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപായിമാരുടെ ദുരിതങ്ങൾ, ഇതെല്ലാം എന്താണ്? നമ്മുടെ 57 വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്.
അപ്പൊ ഇവയെല്ലാം ഇവിടെ ശരിയായ പ്രസ്താവനകളാണ്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് 1848 ദത്തവകാശ നിരോധന നിയമം, അതേപോലെ തന്നെ 54 പോസ്റ്റ് ഓഫീസ് നിയമം, അതേപോലെ 56 ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം, ഇതെല്ലാം പറയുന്ന 57 വിപ്ലവത്തിന് കാരണങ്ങളായിട്ടുണ്ടായിരുന്നു. കുറേ പ്രശ്നങ്ങൾക്ക് എല്ലാമായിരുന്നു എന്ത് ചെയ്യുന്നത് 57 വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനും അത് ഇത്രയ്ക്ക് അതായത് ജനശ്രദ്ധ പിടിച്ചു പറ്റാനും എല്ലാത്തിനുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു കൂട്ടരുടെ മാത്രം പ്രശ്നമായിരുന്നില്ല. അത് പല എല്ലാ വിഭാഗത്തിലും ആൾക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെ അവരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ടാണ് നമ്മുടെ 57 വിപ്ലവം മുന്നോട്ട് കൊണ്ടുപോയത്. ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? സമര നായിക അരുണ ആസിഫ് അലിയും. ആരാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത്? ജയപ്രകാശ് നാരായണനുമാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആരാണ്? സൂര്യസെൻ ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ 1930 ആരംഭിക്കുന്നതാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കാം. ഇതിൽ ജസ്റ്റ് നോക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഝാൻസിയാണ് അല്ലെ. ഝാൻസി ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. 4-2 ബാക്കിയെല്ലാം അങ്ങ് കട്ട് ചെയ്തു. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. നിങ്ങൾ ഇങ്ങനെ ആൻസറിലേക്ക് എത്താനായിട്ട് ശ്രമിക്കണം. കാര്യം എപ്പോഴും എന്താണ്, നമുക്ക് എല്ലാം അറിഞ്ഞിരിക്കണമെന്നൊന്നുമില്ല. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ് വെച്ച് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഇനിയപ്പം നോക്കിക്കേ, ആരാണ്? കാൺപൂരിൽ ആരായിരുന്നു? നാനാ സാഹിബാണ്. അതേപോലെ തന്നെ ബീഹാറിൽ കൺവർ സിംഗ്, അതേപോലെ ഡൽഹിയിൽ ആരായിരുന്നു? ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടു? ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി 30 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ഇങ്ങനൊരു തീരുമാനത്തിന്റെ കാരണം കൊണ്ടാണ് നമ്മളിപ്പോൾ ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വ്യക്തിയെ തിരിച്ചറിയാനായിട്ട് ഇപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് പല പരീക്ഷകൾക്കും കയറി നമുക്ക് ചോദിക്കുന്നുണ്ട്. ഈ അടുത്ത് ചോദിച്ചിരിക്കുന്ന മിക്ക പരീക്ഷകൾക്കും ആരാണ്? നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. വ്യക്തിയെ തിരിച്ചറിയാനായിട്ട് 98 കൊടുങ്ങല്ലൂരിൽ ജനനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകർഷണനായി. അല്ലമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററുമായി. ആരാണത്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. അല്ലമീൻ ദിനപത്രം മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? നമ്മുടെ അവധ്. ഈ ഡൽഹൌസി ആണ് എന്താ ദത്തവകാശ നിരോധന നിയമമൊക്കെ നടപ്പിലാക്കിയത്. 1848 ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസിയാണ്. അത് റദ്ദാക്കിയത് ആരാണ്? അത് കാനിങ് പ്രഭു ആണ്. ദത്തവകാശ നിരോധന നിയമം റദ്ദാക്കിയത് കാനിങ് പ്രഭു 1859 വിപ്ലവമൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പൊ 48 ഡൽഹൌസിയാണ് ഈ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. അതേപോലെ തന്നെ 1848 മുതൽ 1856 വരെയാണ് ഡൽഹൌസിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് 1853 ഏപ്രിൽ 16 ദിവസം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണാം. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ആരംഭിച്ചു. എവിടെ മുതൽ എവിടം വരെ? മുംബൈ മുതൽ താനെ വരെയുള്ള ആദ്യത്തെ റെയിൽവേ 1853 ഏപ്രിൽ 16. അതേപോലെ തപാൽ സംവിധാനം കൊണ്ടുവന്നത് നമ്മുടെ ആരാണ്? ഡൽഹൌസിയാണ്. ടെലഗ്രാഫ് അതേപോലെ തന്നെ എന്താണ് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പൊക്കെ ആരംഭിക്കുന്നത് ഡൽഹൌസിയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആധുനിക ഇന്ത്യയുടെ പിതാവാണ് ആര്? ഡൽഹൌസി. കാരണം അദ്ദേഹം കൊണ്ടുവന്നത് ഒത്തിരി നല്ല നല്ല മാറ്റങ്ങളായിരുന്നു അല്ലെ. റെയിൽവേ കൊണ്ടുവന്നു, തപാൽ കൊണ്ടുവന്നു, ടെലഗ്രാഫ് കൊണ്ടുവന്നു, പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചതൊക്കെ ഇന്ത്യക്ക് ഗുണകരമായ മാറ്റങ്ങളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെട്ടു. 1853 ഏപ്രിൽ 16 നമ്മുടെ ആദ്യത്തെ റെയിൽവേ ശൃംഖല മുംബൈ മുതൽ താനെ വരെ വരുന്നത്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനം എന്താണ്?
ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് അടുപ്പിച്ചടുപ്പിച്ച് വന്ന പരീക്ഷകളിലെയാണ്. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കണം. നിസ്സഹകരണ സമരം ആരംഭിക്കണം. നിസ്സഹകരണ സമരം ഏത് വർഷമായിരുന്നു? 1920. ഇവിടെ നിസ്സഹകരണ സമരം ആയിരുന്നില്ല. എന്താണ്? നിയമലംഘന പ്രസ്ഥാനം, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, അത് ആരംഭിക്കാനാണ് 29 ലാഹോർ സമ്മേളനത്തിൽ തീരുമാനിക്കുന്നത്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ 3 മാത്രം. നമുക്ക് എന്താണ്? ബന്ധപ്പെടാത്ത തീരുമാനമാണ്. ഓപ്ഷൻ എ 3 മാത്രമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. കുടിയരശ് ഇ.വി. രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവ് ഫൂലെ, സമ്പാദ് കൗമുദി ശ്രീനാരായണ ഗുരു. സമ്പാദ് കൗമുദി ആരുടേതായിരുന്നു? നമ്മൾ പഠിച്ചതാണ്. സമ്പാദ് കൗമുദി രാജാറാം മോഹൻ റോയുടെ ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ട് വന്നതാണ് സമ്പാദ് കൗമുദി. അദ്ദേഹം എന്താണ്? ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ എന്താണ്? സമ്പാദ് കൗമുദിയാണ്. തെറ്റ്. 4 തെറ്റാണെന്നറിയാം. സോ ബാക്കി 4 ഉള്ളതെല്ലാം അങ്ങ് വെട്ടിക്കുക. നമുക്ക് വേണ്ടത് ശരിയാണ്. അപ്പൊ 4 എന്തായാലും തെറ്റാണ്. ആൻസർ ഏതാണ്? 1, 2, 3. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ 3 പഠിച്ചു വെക്കുക. കുടിയരശ് ഇ.വി. രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവ് ഫൂലെയാണ്. 1921 താഴെ പറയുന്ന ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണ്? 1921 2021 താഴെ പറയുന്ന ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമായിരുന്നു എന്നാണ്. ഏതാണ്? നമ്മുടെ വാഗൺ ട്രാജഡിയുടേതാണ്. 1921 വാഗൺ ട്രാജഡി നടക്കുന്നത്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് അത് അന്വേഷിച്ച കമ്മീഷനാണ് ഇത്, നേപ്പ് കമ്മീഷൻ. 1921 നവംബർ 10 വാഗൺ ട്രാജഡി ദുരന്തം നടക്കുന്നത്. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത് നമ്മളിപ്പോ പറഞ്ഞു 1853 ഏപ്രിൽ 16. യങ് ഇന്ത്യ പത്രം, യങ് ഇന്ത്യ ഹരിജനൊക്കെ ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടേതാണ്. ഇന്റർനാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം, അവസാന സമരം ചോദിച്ചാൽ അത് ഏതാണ്? അത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരം എന്നാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്? 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരം. എന്താണ് അതിന്റെ? ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അതൊക്കെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് രൂപം നൽകിയത് യൂസഫ് മെഹർ അലിയാണ്. യൂസഫ് മെഹർ അലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആരാണ്? യൂസഫ് മെഹർ അലിയാണ്. അതേപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമര നായകനാണ് ആര്? നമ്മുടെ ജയപ്രകാശ് നാരായൺ. അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ സമര സമയത്ത് ആരംഭിച്ച ഒരു സംഘടനയുണ്ട്. അതാണ് ആസാദ് ദസ്ത്. ഒന്ന് പഠിച്ചു വെക്കുക. നോർമലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്കൊന്ന് മാറ്റി പിടിച്ചതാണ്. ആസാദ് ദസ്ത് എന്താണ്? ഇതൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ എന്താണ് ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആസാദ് ദസ്ത് എന്താണ്? ഫ്രീഡം ബ്രിഗേഡ്, അതാണ് അതിന്റെ മീനിങ്. ജയപ്രകാശ് നാരായണാണ് അത് ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സമാന്തര സർക്കാർ ആരംഭിച്ച സ്ഥലങ്ങളുണ്ട്. അതിന്റെ പേരും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ്? ബല്ലിയ, അതേപോലെ സത്താറ, പിന്നെയുള്ളത് താംലൂക്ക്. ഈ 3 സ്ഥലത്തിന്റെ പേരൊന്ന് പഠിച്ചു വെക്കണേ. ബല്ലിയ, സത്താറ, താംലൂക്ക്. ഇവിടെയാണ് എന്ത് വന്നത്? സമാന്തര സർക്കാർ ആരംഭിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിൽ കുറിച്യർ കലാപത്തിന്റെ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? രാമനമ്പി. 1812 അല്ലെ? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക, വയനാട് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ചതാണ് രാജാറാം മോഹൻ റോയ്. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാലയാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. 1921. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷമാണ് 1919. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടേതാണ്? ചോർച്ച സിദ്ധാന്തം ദാദാബായ് നവറോജിയുടേതാണ്. സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് മുഹമ്മദ് ഇക്ബാൽ. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. സാരേ ജഹാം സെ അച്ഛാ ആരുടേതാണ്? മുഹമ്മദ് ഇക്ബാലിന്റേതാണ്. സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് എന്ത്? ബക്രാനങ്കൽ.
ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിന്റെ പേരാണ് റൗലറ്റ് ആക്ട് 1919. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചതാണ് ലാഹോർ സമ്മേളനം 1929. ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ആദ്യ സമ്മേളനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ സമരമാണ് 1920. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരത രത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തിയാണ് ആര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. നമ്മുടെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് അദ്ദേഹം പാകിസ്ഥാനിയാണ്. അപ്പൊ ഭാരതരത്ന ലഭിക്കുന്ന വിദേശിയാണ് ആര്? നമ്മുടെ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ചുവടെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിൽ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? നമുക്കറിയാം ലാൽപാൽ ബാൽ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ തീവ്രവാദികളാണ്. അപ്പൊ ഇവിടെ ബാലഗംഗാധര തിലകനാണ് ഉൾപ്പെടാത്തത് മിതവാദികളിൽ. അപ്പൊ നമുക്ക് മിതവാദികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം WC ബാനർജി ഉണ്ട്, ഫിറോസ് ഷാ മേത്തി ഉണ്ട്, ഗോപാലകൃഷ്ണ ഗോഖലെ ഉണ്ട്, സുരേന്ദ്രനാഥ ബാനർജി, അതേപോലെ ദാദാഭായ് നവറോജി, മദൻ മോഹൻ മാളവ്യ, ഇവരൊക്കെ മിതവാദി കാറ്റഗറി വരുന്നവരാണ്. തീവ്രവാദികൾ വരുന്ന ലാൽപാൽ ബാൽ കൂട്ടുകെട്ടുമുണ്ട്. പിന്നെയുള്ളത് അരവിന്ദ ഘോഷ്, അശ്വിനി കുമാർ ദത്ത്, ഇവരൊക്കെ നമ്മുടെ തീവ്ര ദേശീയവാദികളായിരുന്നു. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ആരായിരുന്നു ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്? നമ്മുടെ VP മേനോൻ ആയിരുന്നു. VP മേനോൻ. താഴെ പറയുന്നതിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാണ്? ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം എന്ന് പറയുന്നത് പോണ്ടിച്ചേരി ആയിരുന്നേ. പോണ്ടിച്ചേരി. നമുക്കറിയാം ദാമനും ദിയും ഗോവയൊക്കെ ആരുടേതായിരുന്നു? അതൊക്കെ പോർച്ചുഗലിൻ്റെതായിരുന്നു. പോർച്ചുഗല്. അതേപോലെ പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, അതേപോലെ മാഹി, ഇതൊക്കെ ആരുടേതാണ്? ഇതൊക്കെ ഫ്രാൻസിൻ്റെതായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാണ് ആര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ആരാണ്? സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കരും HN ഗുൻസ്റുവും അതേപോലെ ഫസൽ അലിയും ഉണ്ടായിരുന്നു. ഫസൽ അലി ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. 1983 ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിയമിക്കുന്നത്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യമാണ് ഏത്? ജർമ്മനി. ജർമ്മനിയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് ശാലയ്ക്ക് സഹായം നൽകിയത്. കൈസറെ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാനിടയായ സംഭവമാണ് എന്ത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നമ്മൾ പറഞ്ഞു കൈസറെ ഹിന്ദ് പദവി ആരാണ്? നമ്മുടെ ഗാന്ധിജി തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സർപദവി രവീന്ദ്രനാഥ ടാഗോർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഏതായിരുന്നു? കൈസറെ ഹിന്ദ് നമ്മുടെ ഗാന്ധിജി മാത്രമല്ല, പിന്നെ ആരും കൂടി ഉണ്ടായിരുന്നു? സരോജിനി നായിഡുവും കൂടി ഉണ്ടായിരുന്നു. പിന്നെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച വ്യക്തിയാണ് ആര്? C. ശങ്കരൻ. ഇത്രയും പേരുടെ പേരാണ് നമ്മളതിൽ പഠിക്കാനുള്ളത്. ആരൊക്കെയാണ്? സർപദവി രവീന്ദ്രനാഥ ടാഗോർ തിരിച്ചു കൊടുക്കുന്നുണ്ട്. കൈസറെ ഹിന്ദ് ആണെങ്കിൽ ഗാന്ധിജിയും സരോജിനി നായിഡുവും. വൈസ്രോയുടെ എക്സിക്യൂട്ടീവിൽ നിന്ന് രാജിവെച്ചത് ചേറ്റൂർ ശങ്കരനാണ്. എന്നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല? 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അതേപോലെ തന്നെ റൗലറ്റ് നിയമത്തിനെതിരെയായിരുന്നു. ഡോക്ടർ സത്യപാലിനെയും സെയ്ഫുദ്ദീൻ കിച്ചിലുവിനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു അമൃത്സറിൽ അവർ ഒത്തുകൂടുന്നത്. പിന്നെന്താണ്? അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പറ്റി പഠിക്കാനായിട്ട് നിയോഗിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഓക്കെ അല്ലേ?